പോലീസിനെ അഭിനന്ദിക്കുകയാണ്. യാതൊരു തർക്കവുമില്ല. കേരള പോലീസ് ഒരു മോശം എന്ന് പറഞ്ഞ് 8 മണി വരെ ഉണ്ടാക്കിയ ചർച്ചകൾക്ക് 8 മണി വരെ ഉണ്ടായിരുന്ന ചർച്ചകൾക്ക് മറുപടി കേരള പോലീസ് അത്തരത്തിൽ ഈ പറയുന്ന പ്രദേശത്ത് ഡോക്ടറെ എത്തിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഇയാൾക്ക് മെഡിക്കൽ പരിശോധന ഇവിടെ വെച്ച് തന്നെ നടത്തും. കാരണം ഈ സാഹചര്യത്തിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇത്തരത്തിൽ പരിശോധന നടത്തുക എന്നുള്ള പ്രായോഗികമല്ല. നെന്മാറ MLA ഇപ്പോൾ ചേരുന്നുണ്ട്. സംസാരിക്കുമ്പോഴും വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? അവനെ പിടിക്കും, ഒന്നുകിൽ ജീവനോടെ പിടിക്കും, അല്ലെങ്കിൽ അവൻ്റെ മൃതശരീരമാണെങ്കിൽ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവരുന്ന പറഞ്ഞത്. അതിൽ അഭിമാനിക്കുന്നു ആ പ്രതിയെ പിടിച്ചതിൽ. പക്ഷേ ജനങ്ങളുടെ കയ്യിൽ കിട്ടാതെ പോയി എന്നുള്ളതൊരു വലിയ വിഷമമുണ്ട്. ആ വിഷമമാണ് ഇപ്പോൾ ജനങ്ങൾക്കൊരു മാനസികമായിട്ടൊരു വലിയ ഇതുണ്ടായത്. സ്വാഭാവികമായിട്ടും ഇത്രയും കൊടും കുറ്റവാളിയെ ഈ സമൂഹത്തിൽ വാഴിക്കാൻ പാടില്ല. അത്രയേ ഉള്ളൂ. വളരെ സൈലൻ്റായിട്ട് രാവിലെ എഴുന്നേറ്റ് നടക്കുക, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അവൻ പ്ലാൻ ചെയ്യുക. കയ്യിൽ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ അവനെ വളരെ നിഷ്ഠൂരമായിട്ട്, അമ്മയൊക്കെ എന്ത് തെറ്റാ, 74 വയസ്സുള്ള അമ്മ ഒരു കാര്യത്തിന് സ്വന്തം ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് 5 വർഷം കഴിഞ്ഞു. ആ പ്രതി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ആ ഒരു തരത്തിൽ മാനസികമായി പോലും ഒരു വിഷമത ഉണ്ടാക്കാതെ ജീവിച്ചിരുന്ന ആ സുധാകരനെ ഇതൊക്കെ അനുവദിക്കാൻ പാടുമോ? അതുകൊണ്ട് തന്നെയാണ് ആ ജനങ്ങളിലുള്ള രോഷം. ജനകീയ പ്രതിഷേധം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജനകീയ പ്രതിഷേധം നിയന്ത്രിക്കപ്പെടും. അതിനൊന്നും ഏത് ജനകീയ പ്രതിഷേധം? ഇപ്പോ ഈ പ്രതിയെ പിടിച്ചതിലുള്ള ജനകീയ പ്രതിഷേധമല്ലേ? അതെന്താ അറിയോ പ്രശ്നം? പ്രതിയെ കൂട്ടായിട്ട് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രതിഷേധിക്കാൻ ജനങ്ങളുണ്ടാവും. കയ്യിൽ കിട്ടിയ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നല്ല വീരവാദമൊക്കെ മുഴക്കും. പക്ഷെ ആ പാവപ്പെട്ട ജനങ്ങളെ പോലീസിന്റെ നിയമത്തിന് പുറത്താണ് എന്ന രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിച്ചാൽ അപ്പോഴും പോലീസ് നിയമപരമായിട്ട് എടുക്കുക. അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടല്ലോ. അതുകൊണ്ട് വേറെ തരത്തിലേക്ക് പോകാൻ ഞങ്ങൾ അവരെ അനുവദിക്കുന്നതല്ല. അവരെ പറഞ്ഞു മനസ്സിലാക്കി തന്നെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യും. മണ്ഡലത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഒരു ആക്ഷേപം ഈ കാര്യത്തിൽ ഉന്നയിക്കാനുണ്ടോ? ഈ ഒരു കൊലപാതക കേസിൽ തുടർന്നുള്ള അന്വേഷണത്തിലുണ്ടായ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പോലീസ് വീഴ്ച ഈ 2 കൊലപാതകം നടന്ന് 38 മണിക്കൂറിനുള്ളിൽ ആദ്യം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിടിക്കും. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിലൊരു സംശയമൊന്നും വേണ്ട. അതിനുള്ള തൻ്റെ ഇടമുള്ള പോലീസും പോലീസ് സേനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റും ഇന്ന് കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് പിടിക്കും. എങ്ങനെ പിടിക്കും അതും പറഞ്ഞു ഞങ്ങൾ. ഒന്നുകിൽ ജീവനോടെ പിടിക്കും, അല്ലെങ്കിൽ അവൻ്റെ മൃതശരീരമാണെങ്കിലും അവൻ വിധിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിലും ആ നിലയിൽ കൊണ്ടുവരുന്നതാണ് പറഞ്ഞ്. അത് പോലീസ് സേന വിളിച്ചിട്ടുണ്ട്. അത് പിടിക്കപ്പെട്ടു എന്നുള്ളത് വളരെ സന്തോഷം കേട്ടോ. MLA യുടെ പ്രതികരണമാണ് കേട്ടത്. മറുവിഭാഗം